ഞാനിപ്പോൾ നടക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തേക്കൂടെ കേട്ടോ. അപ്പം ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്തു, അപ്പം അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കാം. നല്ല മഴയുടെ തോന്നുന്നു, വെള്ളമൊക്കെ നല്ല കലങ്ങി മറിഞ്ഞാട്ടോ ഉണ്ട്. മലയോര മേഖലയിലൊക്കെ നല്ല മഴയാന്ന് തോന്നുന്നു. അതത്ര വെള്ളത്തിനൊക്കെ ഒരു കളറ് കണ്ടോ. ഇവിടെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പുറം മലയൊക്കെ കാണാൻ വേണ്ടിയല്ലോ. നേരത്തെ ഇവിടെ ഈ ചെറിയ ഹയാക്കിങ് പോലത്തുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിർത്തി. ഭയങ്കര വ്യൂ ആണ്. പിന്നെ നമ്മൾ ഈ DJ-യുടെ ഓസ്മോ മേടിച്ചിട്ടുള്ള ഫസ്റ്റ് ഷൂട്ടാണ്. അപ്പോൾ എനിക്കിതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇനി നല്ല നല്ല വീഡിയോസും നല്ല നല്ല ഇതൊക്കെ ഉണ്ടാവും. രാവിലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ജോലിക്ക് പോകണം ഈ പാലത്തിൽ കൂടെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ നടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ നടന്നു വരുമ്പോഴേ ഭയങ്കര കുലുക്കായി പാലം. അങ്ങോട്ടും ഇങ്ങോട്ട് ആടും. നമുക്ക് നല്ല പേടിയാവും, പക്ഷെ പേടിക്കാനൊന്നുമില്ല. അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തൂക്കുപാലമാണിത്. എറണാകുളം ജില്ലയിൽ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. സ്ഥലം പറയാൻ മറന്നുപോയി. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് ഈ പാലം കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പാലം കെട്ടിയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തൂണൊക്കെ അടിച്ച് അതിൽ കമ്പിയൊക്കെ വെച്ചിട്ട് ഉണ്ടോ, ഭയങ്കര ടെമ്പറുള്ള കമ്പിയാണ് കേട്ടോ. അങ്ങനെ ചാടിപ്പോണ കമ്പിയൊന്നുമല്ല, ഊരിപ്പോണ കമ്പിയൊന്നുമല്ല. ഭയങ്കര ഇരുമ്പ് വടത്തേലാണ് കേട്ടോ ഈ പാലം നിലനിർത്തിയേക്കുന്നത്. ഈ പാലം ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഭൂപ്രകൃതിയൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു ഇടുക്കി ജില്ലയുടെ ഒരു പ്രതീതി തോന്നും. മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓരോ ആളുകൾ രാവിലെ തന്നെ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പുറം വണ്ടി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് നടന്നു വരും. കാരണം അല്ലാണ്ട് ഇത്തേക്കൂടെ വണ്ടിയോ വാഹനങ്ങളോ ബൈക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കണ്ടോ, ഭയങ്കര കുലുക്കണോ നടക്കുന്നു. കണ്ടതുകൊണ്ട് ഭയങ്കര ഇരുമ്പ് വടമാണ്. നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ വടമാണ്. ഈ വടത്തിലാണ് നിർത്തുന്നത്. ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ഈ രണ്ട് ഇരുമ്പ് വടത്തിലാണ് ഈ ഒരു പാലം തൂക്കിയിട്ടേക്കണേ. അങ്ങനെ ഇത് തൂക്കുപാലമായി. ഉണ്ട് അവിടെ ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. തോണിക്കാരനില്ലാത്ത വഞ്ചി. ഇപ്പം ഈ മഴയൊക്കെ പെയ്തുകൊണ്ടേ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞാണ് കേട്ടോ വന്നേ. പാലത്തിൻ്റെ ഒരു വ്യൂ, ഓവറോൾ വ്യൂ നല്ല ഡ്രോൺ ഷോട്ട് പോലെ കാണിച്ചു കേട്ടോ. നോക്കിക്കോ. ഇത്രയും വ്യൂ ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കണ്ടോ, ഈ രണ്ട് സൈഡിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് വ്യൂ ആണ്. ഭയങ്കര വ്യൂ അല്ലേ. മലയുടെ ഇടയിൽ കൂടി ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടോ നടന്നത്. ഒരു ചേട്ടനാണ് ഇതേ താഴെ വലറിയുണ്ട്. അത്രയ്ക്ക് വ്യൂ ആണ് ഈ ഒരു ആൾക്കാരൊക്കെ നടക്കണുണ്ടല്ലോ. ആൾക്കാരൊക്കെ നടന്നു വരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളതേ രാവിലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വന്നത്. താഴെ വലറിഞ്ഞ് മീനൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ചേട്ടൻ എറിയണത് കേട്ടോ. അല്ലാണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ. Kira. കുറച്ച് ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിച്ച് വൈബടിക്കാൻ. പിന്നെയാണ് ഈ ബജിക്കട ഉണ്ട്.